Good afternoon, students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെൽഡഡ് കണക്ഷന്റെ ബാലൻസ് പോർഷൻസ് ആണ്. നിങ്ങൾക്ക് സിലബസ് ആസ് പെർ സിലബസ് വെൽഡഡ് കണക്ഷന്റെ ഡിസൈൻ പഠിക്കാനുണ്ട്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ് വെൽഡഡ് കണക്ഷന്റെ ഡിസൈൻ. ഓവർ ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വെൽഡ് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ബാലൻസ് പോർഷൻ അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. മാത്രമല്ല എങ്ങനെ നമ്മൾ അതിന്റെ മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ, സൈസ് ഓഫ് വെൽഡ് എങ്ങനെ ഓരോ പ്ലേറ്റിനും ഓരോ ടൈപ്പ് ഓഫ് മെമ്പറിന് എത്ര വെൽഡിന്റെ സൈസ് എത്ര കൊടുക്കണം തുടങ്ങിയ IS കോഡിലെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷൻ ഓഫ് എ വെൽഡ് നമ്മൾ പറഞ്ഞു. ഒരു വെൽഡ് സ്പെസിഫൈ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് സൈസ് ഓഫ് വെൽഡ്, എഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ്, ദെൻ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്, LWTS. സൈസ് ഓഫ് വെൽഡ് നോർമലി ഡിനോട്ട് ചെയ്യുക S എന്നുള്ള ക്ലോസ് ആണ്. സൈസ് നമ്മൾ പറഞ്ഞു, ഒരു വെൽഡിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അത് ഒരു സർക്കിളിന്റെ ഒരു ആർക്ക് പോലെയാണ് അതിന്റെ ഷേപ്പ്. അതിൽ റൂട്ട് ടു ടോ ഡിസ്റ്റൻസ് ആണ് സൈസ് ഓഫ് വെൽഡ് ഡിനോട്ട് ചെയ്യുന്നത്. തിക്നെസ്, എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് ഇതിനകത്ത് മേക്ക് ചെയ്യുന്ന ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ സെന്ററിൽ നിന്നും റൂട്ടിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ത്രോട്ട് തിക്നെസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സൈസ് ഓഫ് വെൽഡ്, എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് പറഞ്ഞു. ഇനി നമുക്ക് ഒരു സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡ്, ഫില്ലറ്റ് വെൽഡിന് എങ്ങനെയാണ് അതിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ സൈസുകൾ കൊടുക്കണമെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, IS 800 പേജ് 78 ഒരു ടേബിൾ ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ട് രണ്ട് മെമ്പേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട വെൽഡിന്റെ സൈസ്. ഇത് ഫില്ലറ്റ് വെൽഡ് ആണ്. നമുക്ക് ഇതിൽ നോർമലി ഫില്ലറ്റ് വെൽഡിന്റെ ഡിസൈനും ഫില്ലറ്റ് വെൽഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പൊതുവെ കാണാറ്. നമുക്ക് ബട്ട് വെൽഡ് അവസാനം കുറച്ച് ഭാഗം ഡിസ്കസ് ചെയ്യാം. നോർമലി ഫില്ലറ്റ് വെൽഡ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നതും നമുക്ക് പ്രോബ്ലംസ് എല്ലാം വരുന്നത് ഫില്ലറ്റ് വെൽഡിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഇനി ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ടേബിൾ IS 800 പേജ് 78 ടേബിൾ ആണ്. ടേബിൾ 21 നമുക്ക് ആ പേജ് ഒന്ന് നോക്കാം. ഓക്കെ, IS 800 പേജ് 78 ടേബിൾ 21 ഇവിടെ പറയുന്നുണ്ട് നമ്മളെ ഒരു സൈസ് ഓഫ് വെൽഡ്, മിനിമം സൈസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിനിമം സൈസ് ഓഫ് വെൽഡ് എത്രയായിരിക്കണം ഓരോ ടൈപ്പ് കണക്ഷൻസിന്, ഓരോ തിക്നെസ് ഉള്ള പ്ലേറ്റിനനുസരിച്ച് വെൽഡിന്റെ തിക്നെസ് അല്ലെങ്കിൽ സൈസ് എത്രത്തോളം കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിലെ ടേബിളിലെ കാര്യങ്ങൾ ചുരുക്കിയ രീതിയിൽ കൊടുത്തതാണ് ഈ ടേബിള്. സൈസ് ഓഫ് വെൽഡ് നമ്മൾ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിലെ തിക്കർ ആയിട്ടുള്ള പ്ലേറ്റ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇഫ് തിക്നെസ് ഓഫ് ദ തിക്കർ പ്ലേറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 mm ആണെങ്കിൽ നമ്മുടെ സൈസ് ഓഫ് വെൽഡ് S എന്ന് പറയുന്നത് 3 mm ആയിരിക്കണം. മിനിമം സൈസ് ആണ്. ഓക്കെ, മിനിമം സൈസ് ഓഫ് വെൽഡ് ഷുഡ് ബി 3 mm. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ ആസ് പെർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സൈസ് ഓഫ് വെൽഡ് നോർമലി തരാറുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് അസ്യൂം ചെയ്യാവുന്നതാണ്. നമുക്ക് മിനിമം മാക്സിമത്തിന്റെ ഇടയ്ക്കുള്ള വാല്യൂസ് അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി തിക്നെസ് ഓഫ് ദി തിക്കർ പ്ലേറ്റ് എന്ന ഉദ്ദേശം എന്താണ്? ഇപ്പൊ ഒരു 10 mm ഒന്ന് 12 mm ഉള്ള രണ്ട് പ്ലേറ്റുകൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 12 mm ആണ് നമ്മൾ എടുക്കുക അല്ലെ. അതാണ് തിക്നെസ് ഓഫ് തിക്കർ പ്ലേറ്റ് എന്ന് ഉദ്ദേശിച്ചത്. രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തിക്നെസ് ഏതാണോ അതിന്റെ തിക്നെസ്. അപ്പോൾ ഇനി തിക്നെസ് ഓഫ് തിക്കർ പ്ലേറ്റ് 10 മുകളിൽ, 10 ഇൻക്ലൂഡർ അല്ല, 11 തൊട്ട് 20 വരെ, 20 ഇൻക്ലൂഡർ ആണ്. ഇൻക്ലൂഡിങ് 20 ആണെങ്കിൽ അതിന്റെ വാല്യൂ ഓഫ് സൈസ് ഓഫ് വെൽഡ് ഷുഡ് ബി 5 mm, മിനിമം 5 mm എങ്കിലും കൊടുക്കണം. ഇനി രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാണ്. അപ്പോ ഒരു തിക്കർ പ്ലേറ്റിന്റെ സൈസ് 20ക്കും മുകളിൽ, 21 തൊട്ട് 32 വരെ, 32 ഇൻക്ലൂഡിങ് ആയിട്ട് ആണ് അതിന്റെ തിക്നെസ് വരുന്നെങ്കിൽ അതിന്റെ സൈസ് ഓഫ് വെൽഡ് ഷുഡ് ബി 6 mm. ഇഫ് ഇറ്റ് ഈസ് 32 ലെസ് ദാൻ T ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ അത് 8 mm പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ ആ ടേബിളിന് താഴെ ഒരു ക്ലോസ് പറയുന്നുണ്ട്, സൈസ് ഓഫ് വെൽഡ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു തിക്നെസ് ഓഫ് സ്മാളർ പ്ലേറ്റ്. എപ്പോഴും രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതില് സ്മോളർ പ്ലേറ്റിന്റെ തിക്നെസ്സിന് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കണം സൈസ് ഓഫ് വെൽഡ് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് 32 mm തിക്കുള്ള ഒരു പ്ലേറ്റ് നമ്മൾക്ക് ഒരു ചിത്രം വരച്ച് കാണിക്കുകയാണെങ്കിൽ
രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ, ഈ പ്ലേറ്റിന് മുകളിൽ ഒരു ചെറിയ പ്ലേറ്റ് ജോയിൻ ചെയ്യാണ്. ഇതിന്റെ പ്ലാൻ ആണ്. തിക്നെസ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെപ്ത് ആയിട്ട് വരും അല്ലെ. ഈ ഒരു പ്ലേറ്റിന്റെ തിക്നെസ് 32 mm ഇത് ഒരു ഒരു 6 mm ആണെന്ന് വിചാരിക്കും. 6 mm ആണെന്ന് വിചാരിക്കും. സോറി, ഇതൊരു 50 mm. ഇതൊരു 50 mm ആണ്. ഇതൊരു 6 mm ചെറിയ പ്ലേറ്റ് ആണ്. നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. നമുക്കറിയാം തിക്നെസ് ഓഫ് തിക്കർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ 50 ആണ്. അപ്പൊ സൈസ് ഓഫ് വെൽഡ് കൊടുക്കേണ്ടത് 8 mm ആണ് ആക്ച്വലി. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് രണ്ട് മെമ്പർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൽ മിനിമം എത്രയാണോ അല്ലെങ്കിൽ കുറവ് തിക്നെസ് ഉള്ള ഏതാണോ അതിനേക്കാളും കുറവോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിരിക്കണം സൈസ് ഓഫ് വെൽഡ്. അപ്പൊ ഈ ഒരു കേസിൽ സൈസ് ഓഫ് വെൽഡ് എന്ത് ചെയ്യണം? 6 mm അല്ലെങ്കിൽ 6 mm കുറവോ ആയിരിക്കണം. മിനിമം മാക്സിമം വാല്യൂ വരുന്നത് 6 mm ആണ്. ഓക്കെ, ഈ കേസിൽ. ഇനി ഇത് നമ്മൾ പറഞ്ഞ ക്ലോസുകളെല്ലാം മിനിമം സൈസ് ഓഫ് വെൽഡ് ആണ്. 3 mm, 5 mm, 6 mm, 8 mm ഒക്കെ പറഞ്ഞത്. ഇനി മാക്സിമം സൈസ് ഓഫ് വെൽഡ് ഐസ് കോഡ് പറയുന്നത് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് മൈനസ് 1.5 mm ആണ്. തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് മൈനസ് 1.5 mm ആണ് എക്സാക്ട്ലി മാക്സിമം സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളത്തെ നേരത്തെ കേസിൽ എന്ത് വരും? 50 mm 6 mm ഉണ്ടാവുമ്പോൾ 6 mm മൈനസ് 1.5 mm ആയിരിക്കും സൈസ് ഓഫ് വെൽഡിന്റെ മാക്സിമം വാല്യൂ വരും. ഇനി എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് T. എഫക്റ്റീവ് ത്രോട്ട് തിക്നെസിനെ കുറിച്ച് ഐഎസ് കോഡ് ക്ലോസ് 10.5.3.2 സെയിം പേജിൽ തന്നെ പറയുന്നുണ്ട്. ഫോർ ഫില്ലറ്റ് വെൽഡിന്റെ കേസിൽ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് K into S ആണ്. K into S. എന്താണ് K, എന്താണ് S? S നമുക്കറിയാം സൈസ് ഓഫ് വെൽഡ്. K എന്ന് പറയുന്നത് ഒരു കോഎഫിഷ്യന്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ്. രണ്ട് മെറ്റൽ പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഫ്യൂഷൻ ഫേസുകൾ തമ്മിലുള്ള ആംഗിൾ ആണ്. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു പ്ലേറ്റ്, ഇത് ജസ്റ്റ് എലവേഷൻ ആണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു പ്ലേറ്റ് നമുക്ക് ഇവിടെ ഫില്ലറ്റ് വെൽഡ് ചെയ്യണം അല്ലെ. ഫില്ലറ്റ് വെൽഡ് ചെയ്യണം. നോർമലി ഈ ആംഗിൾ എന്തായിരിക്കും? 90 ആയിരിക്കും. 90 അല്ലേ. ഈ രണ്ട് ഫ്യൂഷൻ ഫേസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നോർമലി 90 ആയിരിക്കും. നോർമൽ കേസിലെല്ലാം അധികം നമുക്ക് 90 ആയിരിക്കും. നേരെ മറിച്ച് ഒരു ആംഗിളിലൊക്കെയാണ് തമ്മിൽ ജോയിൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് ഇങ്ങനെ എങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഈ വാല്യൂ ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് എന്തായിരിക്കും? 90ലേക്കാളും കുറവായിരിക്കും. ഈ ആംഗിൾ, ഈ ഇടക്കുള്ള ആംഗിൾ ആണ് ഉദ്ദേശിച്ചത്. അതാണ് ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ്. ഓരോ ആംഗിളിനനുസരിച്ച് നമുക്ക് ഓരോ K വാല്യൂ ഉണ്ട്. അതും ടേബിൾ 22 പറയുന്നുണ്ട്. ഐഎസ് കോഡ് ടേബിൾ 22. ഓക്കെ, ആ ടേബിൾ ഒന്ന് കാണാം. സെയിം പേജ് തന്നെ, പേജ് നമ്പർ 78 ലാസ്റ്റ് ഒരു ടേബിൾ. ഇതാണ് ആ ടേബിൾ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് 60 to 90 ഡിഗ്രി ആണെങ്കിൽ കെയുടെ വാല്യൂ 0.7. അതായത് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് 0.7 ഇൻറ്റു സൈസ് ഓഫ് വെൽഡ് വരും. 6 mm ആണ് സൈസ് ഓഫ് വെൽഡ് എങ്കിൽ 6 into 0.7 that will be 4.2 mm ആയിരിക്കും thickness of the throat, effective throat thickness. Okay. ഇനി 91 ഡിഗ്രി ടു 100 ഡിഗ്രി ആണെങ്കിൽ അത് 0.65ഉം 101 to 106 0.6, 107 to 113 0.55, 114 to 120 0.5. ഈ വാല്യൂസ് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കോഡിൽ ഓൾറെഡി ഉള്ള കാര്യമാണ്. ഇവിടെ നോർമലി നമുക്ക് വരുന്ന കേസുകളെല്ലാം 60 to 90 ഡിഗ്രിക്ക് അകത്തായിരിക്കും. 0.7 ആണ് എപ്പോഴും വാല്യൂസ് എടുക്കാറ്. 0.7 പലപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ത്രോട്ട് തിക്നെസ് ടു സൈസ് ഓഫ് വെൽഡ്? അത് 0.7. ഇനി സൈസ് ഓഫ് വെൽഡ് ടു ത്രോട്ട് തിക്നെസ് ആണെങ്കിൽ എന്തുണ്ടാവും? 1/0.7. 1/0.7 എന്ന് പറയുമ്പോൾ ഏകദേശം √2. 1/0.7 എന്ന് പറയുന്നത് √2 വരും. 1/0.7 1.414 വരും. That will be equal to √2. അതങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സൈസ് ഓഫ് വെൽഡ് ടു ത്രോട്ട് തിക്നെസ് ഫോർ എ ഫില്ലറ്റ് വെൽഡ്? അതിന്റെ ആംഗിൾ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 60 to 90 ഡിഗ്രിന്റെ അടുക്ക്. 90 ഡിഗ്രി ആണ് നോർമലി വരിക. ഓക്കെ, ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഫില്ലറ്റ് വെൽഡ് ഈസ് നോട്ട് യൂസ്ഡ് വെൻ ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് ഈസ് ലെസ് ദാൻ 60 ഡിഗ്രി ആൻഡ് ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രി. 120 ഡിഗ്രിയേക്കാൾ കൂടുതൽ ഉള്ള ഒരു ആംഗിളും അതുപോലെ തന്നെ 60 ഡിഗ്രിനേക്കാളും കുറഞ്ഞ ഒരു ആംഗിളും ഫില്ലറ്റ് വെൽഡ് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഈ ഒരു കെയുടെ വാല്യൂ അതിനകത്ത് അതിന്റെ താഴെയുള്ള വാല്യൂ 60 ഡിഗ്രിക്ക് താഴെയുള്ള
ആംഗിൾസിനും 120 ഡിഗ്രിക്ക് മുകളിലുള്ള ആംഗിൾസിനും കെയുടെ വാല്യൂ കൊടുക്കാത്തത്. ഓക്കെ, അത് ഡിഫിക്കൽട്ട് ആയിട്ട് കേസ് വരും. ഫില്ലറ്റ് വെൽഡിന്റെ കേസിൽ അത്രയും വലിയ ആംഗിളും അത്ര ചെറിയ ആംഗിൾ വരുമ്പോഴും ഫില്ലറ്റ് വെൽഡ് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. ഓക്കെ, ഇനി എഫക്റ്റീവ് ലെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ്, നമ്മുടെ അടുത്ത ടേം എഫക്റ്റീവ് ലെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ്. Effective length will be overall length minus 2 into s. Effective length of fillet weld is overall length minus 2 into s. ഈ 2 into s എന്ന് പറയുന്നത് s സൈസ് ഓഫ് വെൽഡ് ആണ്. നോർമലി ഇപ്പോ ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ആ ഒരു ഇതാണ്. നമ്മളിപ്പോ ഇപ്പോ ഇവിടെ രണ്ട് മെമ്പർ തമ്മിൽ ജോയിൻ ചെയ്യണം, ഈ ഒരു ഇതിന്റെ ഈ ലെങ്ത് ആണ് ഇപ്പോ ആക്ച്വലി ലെങ്ത് ഓഫ് വെൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എന്ന് പറയുന്നത് നോർമലി വലിയ വാല്യൂസ് ആയിരിക്കും. ഇപ്പൊ 250 mm അല്ലെങ്കിൽ 800 mm 600 mm ലെങ്ത്, വലിയ ലെങ്ത് ഉള്ള വാല്യൂ ആയിരിക്കും. നോർമലി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന് 2s കുറക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു 3 mm വെൽഡ് ആണെങ്കിൽ, ഒരു 5 mm വെൽഡ് ആണെങ്കിൽ 10 mm മാത്രം മൈനസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. അതുകൊണ്ട് നോർമലി ആ ലെങ്ത് തന്നെയാണ് ഇക്വേഷനിൽ എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് കൊടുക്കാറ്. ഓക്കെ, എനിവേ ഇതാണ് ആക്ച്വലി എഫക്റ്റീവ് ലെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്, ഓവറോൾ ലെങ്ത് മൈനസ് 2s. ഇനി നമുക്ക് അതിന്റെ മിനിമം വാല്യൂ, സൈസ് ഓഫ് വെൽഡ്, അതുപോലെ തന്നെ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്, എഫക്റ്റീവ് ലെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ്, ഇതിന്റെ മൂന്നിലും നമുക്ക് ഏകദേശം വാല്യൂസ് എങ്ങനെ വരിക, അതിന്റെ ത്രോട്ട് തിക്നെസ്, ഇതിൽ മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ത്രോട്ട് തിക്നെസ് ആണ്. നമുക്ക് സൈസ് ഓഫ് വെൽഡ് മാത്രമേ ക്വസ്റ്റ്യനിൽ കാണാറുള്ളൂ. ത്രോട്ട് തിക്നെസ് നമ്മൾ 0.7 ഇൻറ്റു സൈസ് ഓഫ് വെൽഡ് ആണ് നോർമലി എടുക്കുക. നോർമലി ഫ്യൂഷൻ ഫേസസ്, ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് ഒന്നും പറയാറില്ല. അങ്ങനത്തെ കേസിലെല്ലാം ഫസ്റ്റ് വാല്യൂ 60 to 90 ഡിഗ്രിന്റെ ഇടയ്ക്കുള്ള വാല്യൂ, അതായത് 0.7 ആണ് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിസൈൻ ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇതിൽ നോർമലി വരിക. ഒരു വെൽഡഡ് കണക്ഷന്റെ സ്ട്രെങ്ത് എത്രയാണ്? സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ആസ്പെക്റ്റിലും പറയാം. അതിന്റെ സ്ട്രെസ്സിലും അല്ലെങ്കിൽ ലോഡിലും, എത്ര ലോഡ് എടുക്കാം അല്ലെങ്കിൽ എത്ര സ്ട്രെസ് മാക്സിമം എത്ര വരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നോർമലി ലോഡാണ് പറയാറ്, എത്ര ലോഡ് അതിനെടുക്കാൻ പറ്റും. അങ്ങനെ പ്രോബ്ലംസ് വരാറുണ്ട്. അതായത് അവിടെ ലെങ്ത് തരും, സൈസ് തരും, തിക്നെസ് തരും, ലെങ്ത് ഓഫ് വെൽഡും തരും. അതിന്റെ നമുക്ക് ആ ഒരു കണക്ഷന് എടുക്കാൻ പറ്റാവുന്ന മാക്സിമം ലോഡ് എത്ര, അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് എത്ര, അല്ലെങ്കിൽ സേഫ് ലോഡ് എത്ര, വർക്കിംഗ് ലോഡ് എത്ര, ഡിസൈൻ ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അത്രേ ഉള്ളൂ. ആ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് കൊടുക്കുക. ആക്ച്വലി ഡിസൈൻ എന്ന് പറയുമ്പോൾ അതല്ല, അത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചതിന്റെ ഒരു സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഡിസൈൻ പാർട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത്ര ലോഡ് തരും, ഒരെങ്കിലും ഒരു വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ലോഡ് തരും. അതിൽ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോർമലി സൈസ് ഓഫ് വെൽഡിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. നോർമലി സൈസ് ഓഫ് വെൽഡും ത്രോട്ട് തിക്നെസ് ഒക്കെ നമ്മൾ അസ്യൂം ചെയ്യും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ലെങ്ത് ഓഫ് വെൽഡ്, എത്ര ലെങ്ത്തിൽ വെൽഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അവിടെ ഡിസൈൻ ആയിട്ട് എടുക്കുക. നമുക്ക് ഡിസൈൻ റിസൾട്ട് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വെൽഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു തന്നിട്ടുള്ള ഒരു കണക്ഷന്റെ ഡിസൈൻ സ്ട്രെങ്ത് എത്ര, അല്ലെങ്കിൽ എത്ര ലോഡ് എടുക്കാൻ പറ്റും, സേഫ് ആയിട്ട് എത്ര ലോഡ് എടുക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസൈൻ സ്ട്രെസ് ഓഫ് എ വെൽഡ്. ഡിസൈൻ സ്ട്രെസ് ഓഫ് എ വെൽഡ് എന്ന് പറയുന്നത് IS 800 പേജ് 79 ഇതിന്റെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ഇക്വേഷൻ തന്നെയാണ്. പേജ് 79 എടുത്തു കഴിഞ്ഞാൽ for fillet weld FWD equal to FWN by gamma MW. Gamma MW. Okay. FWD എന്ന് പറഞ്ഞാൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ്, ഡിസൈൻ സ്ട്രെസ് ആണ് ഇവിടെ, സ്ട്രെസ് ഓഫ് ഫില്ലറ്റ് വെൽഡ്. അത് FWN എന്ന് പറയുമ്പോൾ നോമിനൽ ഷിയർ സ്ട്രെസ് ഓഫ് ഫില്ലറ്റ് വെൽഡ്, ഗാമ MW പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഇവിടെ FWN എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ √3 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. FWN equal to FU by √3. നമുക്കിവിടെ FWD equal to FWN by gamma MW, that will be equal to FWN equal to FU by √3. FWN എന്ന് പറയുന്നത് നോമിനൽ ഷിയർ സ്ട്രെസ് ഓഫ് ഫില്ലറ്റ് വെൽഡ്, FWD എന്ന് പറയുന്നത് ഡിസൈൻ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ് എന്നും പറയാം, ഡിസൈൻ സ്ട്രെങ്ത് എന്നും പറയാം. ഓക്കെ, FU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ smaller of the ultimate stress of the weld or the parent metal. Parent metal അല്ലെങ്കിൽ ആ പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ വെൽഡിന്റെ, നോർമലി പ്ലേറ്റിന്റെ തന്നെയാണ് കൊടുക്കാറ്, കാരണം രണ്ടിനും സെയിം
സ്ട്രെസ് ആയിരിക്കും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. നമ്മൾ സെയിം മെറ്റൽ ആണല്ലോ അവിടെ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ എം ഡബ്ല്യു നമ്മുടെ സെയിം പേജ് നമ്പർ 30 നമുക്ക് കാണാൻ പറ്റും. അവിടെ വെൽഡിന്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ രണ്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്, 1.25 1.5. ഷോപ്പ് ഫാബ്രിക്കേഷൻ ആണെങ്കിൽ ഗാമ എം ഡബ്ല്യു വിൽ ബി 1.25. ഫോർ ഫീൽഡ് ഫാബ്രിക്കേഷൻ ദാറ്റ് വിൽ ബി 1.5. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഫീൽഡ് ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ഷോപ്പ് ഫാബ്രിക്കേഷൻ തരും, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പ് ഫാബ്രിക്കേഷൻ ആയിട്ട് അസ്യൂം ചെയ്യാവുന്നതാണ്. ഓക്കെ, that will be 1.25 and 1.5. ഇതാണ് നമ്മുടെ ഡിസൈൻ സ്ട്രെസ്. ഇത് വേണമെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാം. എഫ് ഡബ്ല്യു ഡി ഈക്വൽ ടു എഫ് യു ബൈ റൂട്ട് 3 ഗാമ എം ഡബ്ല്യു. എഫ് യു ബൈ റൂട്ട് 3 ഗാമ എം ഡബ്ല്യു അല്ലെ. എഫ് ഡബ്ല്യു ഡി എന്ന് പറഞ്ഞാൽ എഫ് ഡബ്ല്യു എൻ ബൈ ഗാമ എം ഡബ്ല്യു ആണ്. അതിൽ എഫ് ഡബ്ല്യു എൻ എന്ന് പറയുന്നത് എഫ് യു ബൈ റൂട്ട് 3 ആണ്. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതി എഫ് ഡബ്ല്യു ഡി ഈക്വൽ ടു എഫ് യു ബൈ റൂട്ട് 3 ഗാമ എം ഡബ്ല്യു. ഡിസൈൻ സ്ട്രെസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് ഈക്വൽ ടു എഫ് യു ബൈ റൂട്ട് 3 ഗാമ എം ഡബ്ല്യു. ഇത് സ്ട്രെസ് ആയി. ഇനി നമുക്ക് എങ്ങനെ ഡിസൈൻ ലോഡ് കിട്ടും? സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലോഡ് വിൽ ബി ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഓക്കെ, ഡിസൈൻ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഡിസൈൻ ലോഡ് എത്രയെന്ന് കിട്ടും. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു തിക്നെസ്. നമ്മുടെ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു വെൽഡിന്റെ ക്രോസ് സെക്ഷനിൽ വെൽഡിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വെൽഡ് ഇൻറ്റു തിക്നെസ്, എൽ ഡബ്ല്യു ഇൻറ്റു ടി. ടി എന്ന് പറയുന്നത് ത്രോട്ട് തിക്നെസ് ആണ്, എൽ ഡബ്ല്യു എഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പൈൻ ചെയ്ത് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ പി വിൽ ബി ഈക്വൽ ടു ഡിസൈൻ ലോഡ് പി വിൽ ബി ഈക്വൽ ടു, പി എന്ന് പറയുന്നത് നൊട്ടേഷൻ മാത്രമാണ്, അത് മാറാം. ഡബ്ല്യു എടുക്കാം, ചിലപ്പോൾ സൈഫ് ലോഡിന് പി എടുക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുന്നത് മാത്രം. പി ഈക്വൽ ടു ഇവിടെ ഡിസൈൻ ലോഡ് ആണ് ഉദ്ദേശിക്കുന്നത്, എഫ് യു ഇൻറ്റു എൽ ഡബ്ല്യു ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഗാമ എം ഡബ്ല്യു. ഈ ഇക്വേഷൻ ആണ് നമുക്ക് എല്ലാം ബേസ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് സെപ്പറേറ്റ് ഡിസൈൻ സ്ട്രെസ് എഴുതി പിന്നീട് അതിനെ ഡിസൈൻ ലോഡ് എഴുതാം. ഓക്കെ, എഫ് യു എൽ ഡബ്ല്യു ടി ബൈ റൂട്ട് 3 ഗാമ എം ഡബ്ല്യു. ഇപ്പോൾ ശ്രദ്ധിക്കണം, എഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് മെറ്റലിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ വെൽഡിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ഇതിൽ ഏതാണോ മിനിമം. നോർമലി പാരന്റ് മെറ്റലിന്റെ തന്നെ ഉണ്ടാവാറ്. എൽ ഡബ്ല്യു എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ്, ടി ത്രോട്ട് തിക്നെസ്, എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്. ഗാമ എം ഡബ്ല്യു എന്ന് പറയുന്നത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ദ വെൽഡ്. ഇഫ് ഇറ്റ് ഈസ് എ ഷോപ്പ് ഫാബ്രിക്കേഷൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.25. ഫീൽഡിലാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. നമുക്കറിയാം ചില മെമ്പേഴ്സ് ഒക്കെ നമ്മൾ വെൽഡ് ചെയ്ത് വരികയാണ് ചെയ്യുക അല്ലെ. ഷോപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ മെമ്പേഴ്സ് ആകുമ്പോൾ ഹെവി സ്ട്രക്ചർ അല്ലെങ്കിൽ ഷോപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽഡ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.25. എന്നാൽ ഫീൽഡിൽ എത്തുമ്പോൾ നമുക്ക് അഡ്വേഴ്സ് കണ്ടീഷൻസ് ഉണ്ടാവും. അതുകൂടെ ഒന്നുകൂടി നമ്മൾ സേഫ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഒന്നുകൂടെ കൂട്ടി കൊടുക്കുന്നു. കാരണം നമുക്ക് ഒരു ഫാക്ടറി മെയ്ഡും ഫീൽഡും, ഫാക്ടറിയിൽ നമുക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് സൃഷ്ടിക്കാം. നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഫാക്ടറി മെയ്ഡ് ആയിട്ടുള്ളതിന് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കുറച്ച് കുറവ്. എന്നാൽ ഫീൽഡിൽ ഒരുപാട് അഡ്വേഴ്സ് കണ്ടീഷൻസ് ഉണ്ടാവാം, നമുക്ക് അത്ര എക്വിപ്ഡ് ആവാം, നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഓക്കെ, ഓക്കെ, നമുക്ക് ഒരു ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് എ വെൽഡഡ് ജോയിന്റ് ഇഫ് ദ സൈസ് ഓഫ് വെൽഡ് ഈസ് 6 mm and its length is 240 mm. The ultimate shear stress in the weld is 410 MPa. Assume the conditions are made in workshop. Okay, ഇവിടെ അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നിട്ടുണ്ട് 410 MPa. MPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ പാസ്കൽ. പാസ്കൽ എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മെഗാ പാസ്കൽ എന്ന് പറയുന്നത് 10⁻⁶ വരും. അത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിന് ഈക്വൽ ആണ്, സെയിം തന്നെയാണ്. ന്യൂട്ടൺ പെർ mm സ്ക്വയർ തന്നെയാണ് മെഗാ പാസ്കൽ എന്നുള്ള യൂണിറ്റിലും പറയുന്നത്. ഓക്കെ, നമുക്ക് ഗിവൺ ഡാറ്റാസ് നോക്കാം. എസ് എന്ന് പറയുന്നത് 6 mm, സൈസ് ഓഫ് വെൽഡ് തന്നിട്ടുണ്ട് 6 mm, ലെങ്ത് ഓഫ് വെൽഡ് 240 mm തന്നിട്ടുണ്ട്, FU 410 ന്യൂട്ടൺ പെർ mm സ്ക്വയർ,
ഗാമ എം ഡബ്ല്യു നമുക്ക് ഫീൽഡ് ഫാബ്രിക്കേഷൻ അല്ല, ഷോപ്പ് ഫാബ്രിക്കേഷൻ ആണ്, അതുകൊണ്ട് 1.25. സോ നമുക്ക് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എസ്. നമ്മുടെ കെ എന്ന് പറയുന്നത് നോർമലി 0.7 തന്നെയാണ് എടുക്കാറ്. 0.7 ഇൻറ്റു 6 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4.2 എം. 4.2 എം. Then design shear stress of the weld FWD equal to FU by root 3 gamma MW, that will be equal to 410 by root 3 into 1.25 Newton per mm square. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വാല്യൂസ് ഇതിന്റെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരുമിച്ച് അടുത്ത സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ. Design strength of weld equal to 410 by root 3 into 1.25 into LW into T. നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് ഉദ്ദേശിക്കുന്ന ഡിസൈൻ ലോഡ് ആണ്. ഓക്കെ. That will be equal to 410 by root 3 into 1.25 into length of weld 240 mm, throat thickness 4.2. That will be equal to 190.88 kilonewton. 190.88 kilonewton. Okay. That's the first question. Simple ആണ്. നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് ലോഡ് ഡയറക്റ്റ് ആയിട്ട് FU by root 3 gamma W into LW into T എന്ന് എഴുതാം. ഓക്കെ. പിന്നെ ഓരോന്ന് നോട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എഴുതണം. LW എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് വെൽഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത്ര നന്നാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Calculate the safe load transmitted by a shop welded joint if the size of weld is 6 mm and its length is 250 mm. If the ultimate stress is 270 MPa. 270 Newton per mm square ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ്സും ലെങ്ത് ഓഫ് വെൽഡും മാറി എന്ന് മാത്രം. ഓക്കെ. S equal to 6 mm, LW equal to 250 mm, FU equal to 270 Newton per mm square, gamma MW that will be equal to 1.25. Throat thickness will be equal to K into S, that will be equal to 0.7 into 6, that will be equal to 4.2 mm. നമുക്കറിയാം ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഈസ് FU LW T by root 3 gamma MW. FU ഇവിടെ തന്നിട്ടുള്ളത് 270 ആണ്, LW 250, throat thickness 4.2, root 3 into 1.2. That will be equal to ഡിസൈൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് 130.94 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് സേഫ് ലോഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കാൽക്കുലേറ്റ് ദ സേഫ് ലോഡ് ട്രാൻസ്മിറ്റഡ് ആണ്, ഡിസൈൻ ലോഡ് അല്ല, സേഫ് ലോഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസൈൻ ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി വരും. ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ ലോഡിന് കൊടുക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 അല്ലേ? അപ്പോൾ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് 130.94 ആണ്, ഡിവൈഡഡ് ബൈ 1.5, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 87.29 കിലോമീറ്റർ ആണ് സേഫ് ലോഡ്. ആ ഒരു വെൽഡഡ് ജോയിന്റിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന സേഫ് ലോഡ് എന്ന് പറയുന്നത് 87.29 കിലോമീറ്റർ. ഓക്കെ. നമുക്കിനി അടുത്ത ഒരു പ്രോബ്ലം കൂടി നോക്കാം. A tie member in a truss girder is 250 mm by 14 mm in size. It is welded to a 10 mm thick gusset plate by a fillet weld. The overlap of the member is 300 mm and the weld size is 6 mm. Determine the design strength of joint if the welding is done in as shown in figure. Assume shop weld. Okay. ഇവിടെ ആദ്യം ഈ ഫിഗർ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്. ഗസറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രസ്സിലെ ഒരു മെമ്പർ ആണ് അല്ലെ? ട്രസ്സിലെ ഒരുപാട് എലമെന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഗസറ്റ് പ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. ഇതാണ് ഒരു ഗസറ്റ് പ്ലേറ്റ്. ഇവിടെ ഇറഗുലർ ആയിട്ട് കാണിച്ച ഈ ഇതാണ് ഗസറ്റ് പ്ലേറ്റ്. ഇതാണ് നമ്മൾ ജോയിൻ ചെയ്യുന്ന മെമ്പർ. ഈ മെമ്പർ ട്രസ് ഗേർഡർ ജോയിൻ ചെയ്യാണ്. ഇതിന്റെ മെമ്പറിന്റെ സൈസ് കൊടുത്തിട്ടുണ്ട് 250 mm by 14 mm. 250 എന്ന് പറയുന്നത് ഇതിന്റെ വിഡ്ത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തിക്നെസ് 14 mm. അതിന്റെ ക്രോസ് സെക്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഇത് 10 mm തിക്കുള്ള ഒരു ഗസറ്റ് പ്ലേറ്റിലോട്ട് ഫില്ലറ്റ് വെൽഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽഡ് ചെയ്തത് ആണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. വെൽഡ് ചെയ്തത് ഈ ഒരു ലെങ്തിലാണ്, ഈ 3 ഡയറക്ഷനിലാണ് വെൽഡ് ചെയ്തിട്ടുള്ളത്. ഈ പോർഷൻ എന്ത് ചെയ്തിട്ടില്ല, ഇതിന്റെ താഴ്ഭാഗത്ത് വെൽഡ് ചെയ്തിട്ടില്ല. ആദ്യത്തെ കേസിൽ അങ്ങനെയാണ്. ഈ ക്വസ്റ്റിന് 2 കേസ് ഉണ്ട്, നമുക്ക് നോക്കാം. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ മാറ്റമൊന്നുമില്ല, നമ്മൾ സെയിം നേരത്തെ ചെയ്തത് തന്നെ. ലെങ്ത് ഓഫ് വെൽഡ് എടുക്കുന്നതിൽ മാറ്റം വരും, അത്രേ ഉള്ളൂ. അത് മാത്രമാണ് ഇതിൽ വരുന്ന ചേഞ്ച്. ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? ടോട്ടൽ ലെങ്ത് എടുത്താൽ മതി, 300 പ്ലസ് 250 പ്ലസ് 300, താഴോട്ട് ഒരു 300 കൂടെ വരും. ഓക്കെ, അതാണ് ലെങ്ത് ഓഫ് വെൽഡ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കി എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഒരു ഗസറ്റ് പ്ലേറ്റിലോട്ട് നമ്മുടെ
250/14 mm ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പ്ലേറ്റ് കണക്ട് ചെയ്യാണ്. ഇവിടെ വെൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലുമാണ് വെൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഗിവൺ ഡാറ്റ സൈസ് ഓഫ് വെൽഡ് 6 mm തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് വെൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു 250 + 2 × 300. 250 + 2 × 300 that will be equal to 850 mm. നമുക്ക് ഇവിടെ പ്ലേറ്റിന്റെ ഗ്രേഡും തന്നിട്ടില്ല. നമുക്ക് അസ്യൂം ചെയ്യാം FE 410 ഗ്രേഡ് ആണ്. FU that will be equal to 410 Newton/mm. സ്റ്റോപ്പ് ഫാബ്രിക്കേഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗാമ MW will be 1.25. Throat thickness T equal to K into S, that will be equal to 0.7 into 6, that will be equal to 4.2 mm. Throat thickness will be 4.2 mm. നമുക്ക് സ്ട്രെങ്ത് ഓഫ് ജോയിന്റ് ആണ്, അതായത് എത്ര ലോഡ് ഈ ജോയിന്റിന് എടുക്കാൻ പറ്റുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Design strength of weld will be equal to FU LW T by √3 gamma MW, that will be equal to 410 into length of weld 850 into 4.2 by √3 gamma W 1.25. നമുക്ക് കിട്ടുന്ന ലോഡ് 676.05 കിലോന്യൂട്ടൺ. 676.05 കിലോന്യൂട്ടൺ. സോറി, ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത് ഇഫ് വെൽഡിംഗ് ഈസ് ഡൺ ഓൾ അറൗണ്ട്? എത്രത്തോളം ലോഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും വെൽഡിംഗ് ഓൾ റൗണ്ട് കൊടുത്തിരുന്നു? ഓൾ റൗണ്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ മൂന്ന് പോർഷനിൽ മാത്രമേ വെൽഡ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ കൂടെ ഇതിന്റെ ബോട്ടം പോർഷനിൽ ഈ സൈഡിലും കൂടെ വെൽഡ് ചെയ്തിരുന്നെങ്കിൽ എത്രയായിരിക്കും ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത്? അപ്പോ ഈ സൈഡിലും കൂടെ വരുമ്പോൾ ലെങ്ത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ലെങ്ത് ഓഫ് വെൽഡ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പുതിയ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, പഴയ സ്ട്രെങ്ത്തിന്റെയും പുതിയ സ്ട്രെങ്ത്തിന്റെയും തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതാണ് ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. If welding is done all around, length of weld will be equal to 250 into 2 plus 300 into 2. അല്ലേ? രണ്ട് സൈഡിലും വരും. 250 ഇവിടെ വരും, 250 ഇവിടെ വരും, 300 ഇവിടെ വരും, 300 ഇവിടെ വരും. ഓക്കെ, that will be equal to 1100 mm. അങ്ങനെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് വിൽ ബി ഈക്വൽ ടു FU LW T by √3 gamma MW 410 into 1100 into 4.2 divided by √3 into 1.25. That will be equal to 874.89. നേരത്തെ 676 ആയിരുന്നു. അപ്പൊ ഇൻക്രീസ് എത്രയാണ്? 874.89 minus 676.05. That will be equal to 198.84 kilonewton. Okay, 198.84 kilonewton. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. നമുക്ക് ഇനിയും കുറച്ച് പ്രോബ്ലം കൂടി ചെയ്യാം. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും ആക്ച്വലി ഇത് ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളല്ലേ തിരിച്ച് ചെയ്യുന്നു മാത്രം. ലോഡ് തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഇതിന്റെ പ്രോബ്ലംസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് ഇന്ന് ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ നോട്ട് എഴുതുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോട്ട് ഇതിന്റെ കൂടെ തന്നെ എഴുതി പോകണം. ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. അത് നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു പോർഷന്റെ ബാലൻസ് ആയിട്ട് അടുത്ത് എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നോട്ടിൽ സോൾവ് ചെയ്യണം. ഓക്കെ, നോട്ട് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴാണ് പറയുക. ഓരോ മൊഡ്യൂൾ വൈസ് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ അതിൽ വേണം. ഓക്കെ, ഡിറ്റർമിൻ ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ജോയിന്റ് ഇഫ് ദ വെൽഡിംഗ് ഈസ് ഡൺ ആസ് ഷോൺ ഇൻ ഫിഗർ. സൈസ് ഓഫ് വെൽഡ് 6 mm തന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് 300 MPa. അസ്യൂം ഫീൽഡ് ഫാബ്രിക്കേഷൻ. ഇവിടെ ഗാമ MW എടുക്കുമ്പോൾ 1.5 എടുക്കും. ഓക്കെ, ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്? ഈ ഒരു വലിയ പ്ലേറ്റിലേക്ക് ഈ ഒരു ചെറിയ പ്ലേറ്റ് എന്ത് ചെയ്തു? കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, ഇവിടെ വെൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷൻ. ഈസി ആണ്. അതെന്ത് ചെയ്യാം? നിങ്ങൾ ആൻസർ ചെയ്യും. ഓക്കെ, എനിവേ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.